കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങളോട് ഒന്നിച്ചായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തിരുവെഴുത്ത് ഇന്ന് പകലിൽ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദഭാഗമാണ്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും. അതെ, നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. വിടുവിക്കും. നിരാശ തോന്നുന്ന പലവിധമായ വിഷയങ്ങൾ പൗലോസിൻ്റെയൊക്കെ ജീവിതത്തിന്മേൽ വന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്താ ആസിയിലുണ്ടായ കഷ്ടം? അത് തിരുവെഴുത്ത് രേഖപ്പെടുത്തുകയാണ്. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കു മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, എന്നെ കേൾക്കുന്നവരുണ്ട്. ശാരീരിക ക്ലേശങ്ങളാൽ, രോഗങ്ങളാൽ, പലവിധമായ ഭാരങ്ങളാൽ എന്നെ ശ്രമിക്കുന്നവരുണ്ട്. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുന്ന തരത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന പലരുമുണ്ട്. എന്നെ കേൾക്കുന്നവരുണ്ട്. ഞാൻ അവരോട് ആത്മാവിൽ കൈമാറാം. നമ്മെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. നിരാശയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്? ഇന്ന് പകൽ നിരാശപ്പെടരുത്. ദൈവം നമ്മെ വിടുവിക്കും. നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവാണ് യേശു ക്രിസ്തു. ആ യേശു നമ്മെ വിടുവിക്കും. ഉറപ്പോടെ പറയാം. മരണകരമാകുന്ന അവസ്ഥകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമുക്ക് നേരെ വന്നാൽ നമ്മെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. എന്നെക്കാട്ടിൽ ഒത്തിരി സാക്ഷ്യമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. 2019 ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മണക്കാലയിൽ നിന്നും പത്തനാപുരത്തേക്കുള്ള യാത്രയിൽ പറക്കോട് വെച്ച് ഞാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഒരു ടിപ്പർ ലോറിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിരെ വരുന്ന വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതാണ്. അന്ന് റോഡ് പണിക്ക് വേണ്ടി ഇളക്കിയിട്ടിരിക്കുകയായിരുന്നു. അന്ന് ബ്രേക്ക് പിടിച്ച മാത്രയിൽ വണ്ടി സ്കിഡായി ടിപ്പർ ലോറിയുടെ കീഴിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ മരണം കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതാണ്. അവിടെ വെച്ച് തീരുമെന്ന് പ്രതീക്ഷിച്ച കണ്ടവരൊക്കെ നിലവിളിച്ചു എന്നാണ് പിന്നീട് സാക്ഷി പറഞ്ഞത്. അങ്ങനെ മരണത്തിൻ്റെ വക്കോളം ചെല്ലുമ്പോഴും അവിടെ വിടുവിച്ചത് യേശു കർത്താവാണ്. അതിനകത്ത് ഉറപ്പാണ്. ദൈവമാണ് വിടുവിച്ചത്. യേശുവാണ് വിടുവിച്ചത്. അവിടെ മരണത്തിൽ നിന്നും വിടുവിച്ചത് ദൈവമാണ്. കാരണം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത്. പ്രതിസന്ധിയിൽ നിന്നും, പ്രതികൂലങ്ങളിൽ നിന്നും, ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ച മേഖലകളിൽ നിന്നൊക്കെ നമ്മെ വിടുവിക്കാൻ കഴിയുന്നത് ദൈവത്തിനായി കഴിയത്തുള്ളൂ. നമ്മുടെ കർത്താവിനെ കഴിയത്തുള്ളൂ. ദൈവം വിടുവിക്കും. ഇവിടെ പറയാ, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുന്ന തരത്തിൽ താൻ ശക്തിക്ക് മീതെ അവർ അത്യന്തം ഭാരപ്പെട്ടു. അപ്പോൾ നിരാശ വന്നു. ആ നിരാശയ്ക്കകത്ത് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഭാരമുണ്ടായി. പക്ഷേ അവർ വിശ്വസിച്ചു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ട അവസ്ഥ വന്നപ്പോഴും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും. ഇന്നലകളിൽ വിടുവിച്ച ദൈവം ഇന്നും വിടുവിപ്പാൻ സർവശക്തനാണ്. ആ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്കൊരുമിച്ച് ആശ്രയിക്കാം. ആ വിടുവിക്കുന്ന ദൈവത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിടുവിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന്
വ്യക്തമായി തിരിച്ചറിയാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ മഹത്വം കുടുംബങ്ങളുടെ മേൽ ചലിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവപ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരാശകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. മേലാലും വിടുവിപ്പാൻ കഴിയുന്ന ദൈവകരങ്ങളിൽ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. വലിയ വിടുതലുകൾ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. അതെ, നിങ്ങളിന്ന് ഭാരപ്പെടുന്നു, നിങ്ങൾ നിരാശപ്പെടുന്നു, നിങ്ങളുടെ വിഷയത്തിന്മേൽ ഒരു വിടുതൽ ഇന്ന് പകലിൽ കർത്താവ് ചെയ്യും. വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ആമേൻ പറയാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമഹത്വം നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ചലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. അത് നിങ്ങളുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.